അവരന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ നിൻ്റെ തല കുനിയല്ലേ. എന്നാൽ ഇപ്പോൾ ദൈവം വിചാരിക്കുന്നുണ്ട് നിൻ്റെ തലയൊന്ന് നിവർത്തണമെന്ന്. റെഡിയാണോ? തല നിവർത്തി നല്ല അന്തസ്സോടെ നിൽക്കുക. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചനകളിൽ ഒന്ന് അവർ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ. എപ്പോഴുള്ള സങ്കടം അതാ. അവരെന്ത് വിചാരിക്കുന്നു അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഫലം എന്താണ്? നിരാശ, വേദന, ദുഃഖം, കണ്ണുനീർ. അവർ മിണ്ടാതാവുമ്പോൾ നമ്മുടെ തല കുനിയും. അവർ വഴക്കൂടുമ്പോൾ നമ്മുടെ തല കുനിയും. അവർ വണങ്ങുമ്പോൾ നമ്മുടെ തല കുനിയും. അവരിട്ടിട്ട് പോകുമ്പോൾ അയ്യോ പാസ്റ്റർ അങ്ങനെയൊന്നും പറയല്ലേ, അയ്യോ. ചിലർ വിചാരിച്ച ആ തല അങ്ങ് കുനിഞ്ഞു പോവുകയാണ് അല്ലേ. പക്ഷെ കർത്താവ് വിചാരിച്ച് തല നിവർത്തുവാൻ പോകുക. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. 4 ദിക്കുകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നോട് പറയുന്നു, 4 വ്യത്യസ്തമായ നിലകളിലുള്ള വഴികളെ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരുവാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? വ്യത്യസ്ത നിലകളിലുള്ള 4 വഴികളെ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ലൈഫ് മാറ്റുന്ന, നിങ്ങൾ ഇന്നായിരിക്കുന്ന ആ തലകുനിഞ്ഞ അവസ്ഥയ്ക്ക് അറുതി വരുത്തുന്ന 4 വ്യത്യസ്തമായ വഴികളെ ദൈവം നിങ്ങൾക്കായി തുറന്നു നൽകുവാൻ പോകുന്നു. വിശ്വാസത്തോടെ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങും. നോക്ക്, അവിടെ തല കുനിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ഭക്തൻ ആബ്രഹാമാണ്. അബ്രഹാം തല കുനിയുവാനുള്ള കാരണം ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞത് കൊണ്ടാണ്. ആമേൻ. അബ്രഹാമിനൊപ്പം ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ വാക്തത്വം കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച സമയം മുതൽ അബ്രഹാമിൻ്റെ നിഴൽ പോലെ അബ്രഹാമിനൊപ്പം ഉണ്ടായിരുന്ന ലോത്ത്, ആ ലോത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞു. അല്ലെങ്കിൽ അബ്രഹാം ഒറ്റയ്ക്കായിത്തീർന്നു. ലോത്തില്ലാതെ അബ്രഹാം ആയിത്തീർന്നു. അബ്രഹാമായിട്ടാണെങ്കിലും ലോത്തായിട്ടാണെങ്കിലും എന്തായാലും സെപ്പറേറ്റായി. എങ്ങനെയോ രണ്ടും 2 വഴിക്കായി. പിന്നെ ചിലരൊക്കെ പോകുന്നത് നല്ലതാണെന്ന് കുഞ്ഞെ നീ മറക്കരുത്, അത് ദൈവപ്രവർത്തിക്കാണ്. ചിലരൊക്കെ പോകുന്നത് നിൻ്റെ ലൈഫ് മാറുവാൻ വേണ്ടിയാണ്. ചിലരൊക്കെ പോകുന്നത് നിൻ്റെ ജീവിതം എന്താണെന്ന് നീ അറിയുവാൻ വേണ്ടി, ആ ജീവിതത്തിലുള്ള സന്തോഷവും സമാധാനവും സ്വസ്ഥതയും, സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് അയ്യോ പാസ്റ്ററേ അങ്ങനെയൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഇരുന്ന് നിന്നുമൊക്കെയാണ് ഉറങ്ങുന്നത്. കിടന്നുറങ്ങാൻ ഉറങ്ങണ്ടേ സുഖമായിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, പേടി കൂടാതെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ചിലർ പേടി കൂടാതെ ഈ ദിവസങ്ങളിൽ ഉറങ്ങുവാൻ പോവുക. സ്തോത്രം. ഭയമില്ലാതെ, ടെൻഷനില്ലാതെ ഉണർന്നു സന്തോഷത്തോടെ നാളെ എനിക്ക് വേണമെന്ന പ്രതീക്ഷയോടെ ചിലർ എഴുന്നേൽക്കുവാൻ പോവുക. ഇപ്പോൾ പേടിയാണ്. അയ്യോ നാളെ നേരം വെളുക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു, ആ കാലമാടം വരാതിരുന്നു. ആമേൻ. ചിലതൊക്കെ മാറുന്നത് നല്ലതിനാണെന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവം ദേശത്തോട് പറയുവാൻ പോവുകയാണ്. ഇപ്പം ചിലത് സങ്കടമാണ്. ലോത്ത് വിട്ടുപിരിഞ്ഞത് സങ്കടമാണ്. ചില കൂട്ടുകെട്ടുകൾ പൊളിഞ്ഞത് സങ്കടമാണ്. ചില ബന്ധുക്കൾ മാറിപ്പോയത് സങ്കടമാണ്. ചിലർ ഇട്ടിട്ട് പോയത് സങ്കടമാണ്. ചിലരുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടായത് സങ്കടമാണ്. പക്ഷേ അത് നിൻ്റെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല, ആരോ കരയുന്നുണ്ട്. പാസ്റ്ററേ, എൻ്റെ ഏറ്റവും വലിയ സങ്കടം അവൻ ഇട്ടിട്ട് പോയതിലല്ല. അവൻ ഇട്ടിട്ട് പോയപ്പോൾ അവൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ തകർന്നല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഞാൻ വല്ലാത്തൊരു നിരാശയിലൂടെ കടന്നുപോയ സമയത്ത് എന്നെ ബലപ്പെടുത്തിയത് അവനാണ്. അബ്രഹാം പറയും, ഓഫ് കോഴ്സ് ശരിയാണല്ലോ, ലോത്താണ് എന്നെ ബലപ്പെടുത്തിയത്, ശക്തീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ലോത്ത് പെട്ടെന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ ലോത്തുമായിട്ട് പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ചിലത് അങ്ങനെ നല്ലതാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചില പിരിയലുകൾ പിരിയേണ്ടി വന്ന ചില അനുഭവങ്ങൾ നല്ലതാണ്. നീ മോശമാണെന്ന് കരുതുന്ന, നീ സങ്കടമാണെന്ന് കരുതുന്ന ചിലത് നല്ലതിനാണെന്ന്, നന്മയ്ക്കാണെന്ന് വരുന്ന ദിവസങ്ങളിൽ നീ പറയുവാൻ പോകുക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. മകളെ, നിൻ്റെ ജീവിതത്തിൽ വന്ന ബ്രേക്കപ്പ്, യെസ് പ്രിയ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ വന്ന ബ്രേക്കപ്പ് നല്ലതിനാണെന്ന്
നീ പറയുവാൻ പോകുക. മാതാവേ പിതാവേ, ചിലതിനൊക്കെ കർത്താവ് ബ്രോക്കൺ ആക്കുവാൻ പോകുക. ചില ബന്ധങ്ങളെ നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ക്യാൻസർ പോലെ കാർന്ന് തിന്നുന്ന ചില ബന്ധങ്ങളെ ദൈവം ബ്രോക്കൺ ചെയ്യുവാൻ ഊഷബറിതല ദൈവം തകർക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ ചില നഷ്ടങ്ങൾ തലകുനിപ്പിക്കും, അത് ശരിയാണ്, സങ്കടങ്ങളൊക്കെ വരുത്തും. പക്ഷേ അതിന് തക്കവണ്ണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏകദേശം ഒരു 5-6 വർഷത്തിന് മുമ്പ് ഒരു മോൾ +2 പഠിക്കുന്ന സമയത്ത് ഒരു ലവ് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു. അവരുടെ മാതാപിതാക്കൾ വെൽ സെറ്റിൽഡാണ്, പക്ഷേ ഇവളൊറ്റ മോളാണ്. അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മുഴുവൻ ഇവളാണ്. ഇവൾ ഡോക്ടറാകണം, അതാണ് ഇവളുടെയും ആഗ്രഹം, അവരുടെ ആഗ്രഹം. ഇവളുടെ ആഗ്രഹം ഡോക്ടറാണ്, കുഞ്ഞുനാളിലെ അവളുടെ ആഗ്രഹം ഡോക്ടറാകണം. അപ്പോൾ +1 കഴിഞ്ഞപ്പോഴത്തേക്ക് +1 തുടങ്ങുന്ന സമയത്തേക്ക് ഈ ഒരു റിലേഷൻ തുടങ്ങി. +2 പകുതിയോടൊക്കെ എത്തിയപ്പോൾ അത് വല്ലാത്തൊരു ടോക്സിക്കായി മാറുവാൻ തുടങ്ങി. അവൾ തന്നെ പറഞ്ഞ കാര്യമാണ്, അങ്ങളെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഡോക്ടറായേ പറ്റത്തുള്ളൂ, എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, വല്ലാത്തൊരിതായി. ഇപ്പം ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് ആ പയ്യനെ ഇഷ്ടമാണ്, അത് ഇപ്പോൾ വേറൊരു രീതിയിലും അല്ല. ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെ പൂർത്തീകരിച്ചു. ഞാനൊരു ഡോക്ടറായതിനു ശേഷം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ എല്ലാ ഇഷ്ടത്തിനും സമ്മതിക്കും. അതുപോലെ അവനെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സമ്മതിക്കും. എന്തായാലും ഞങ്ങൾ വലുതാകുമ്പോൾ എനിക്കൊരു ഫ്യൂച്ചർ വേണമല്ലോ, അത് അവനായിരിക്കും, എനിക്ക് അത്ര അവനെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ അവൻ ടോക്സിക് ആകുന്നു. അവൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് അവൻ വലിച്ചു കൊണ്ടുപോകുന്നു. ഇവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭാവി ആവശ്യമുണ്ട്. അതുകൊണ്ട് അവനിൽ ഇവൾ എന്തൊക്കെയോ ഇഷ്ടപ്പെടുന്ന മേഖലകൾ കണ്ടു, എലമെൻറ്റ്സ് കണ്ടു, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവന് വേറെ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെയാണ്. അപ്പോൾ അവൾക്കറിയാം അത് അവളുടെ ഭാവിയെ നശിപ്പിക്കും. പക്ഷെ പലർക്കും അറിയത്തില്ല, പലർക്കും അറിയത്തില്ല അങ്ങനെ ഭാവിയെ നശിപ്പിക്കും. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, ടോക്സിക്കായുള്ള ബന്ധങ്ങൾ നിൻ്റെ ഭാവിയെ നശിപ്പിക്കുക. സഹോദരി, നിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തെ അത് നരക തുല്യമാക്കി തീർക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ ആ മകള് വന്നു പറഞ്ഞു, ഈ പോക്കാണെങ്കിൽ എൻ്റെ പഠനമൊന്നും മുമ്പോട്ട് പോകത്തില്ല, അത് ഭീഷണിയായി, വല്ലാത്തൊരു ഇറിറ്റേഷനായി. മാതാപിതാക്കൾക്ക് ഭയങ്കര സങ്കടമായി. മോള് ഇത്രയും ഇങ്ങനെ ടെൻഷനിലായവർ കണ്ടിട്ടില്ല. പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നു, നമ്മൾ തുടർമാനമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പം PG ചെയ്യുക മോള്. അവൻ പോയി എന്നിട്ടും ആ കൊച്ചിന് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. സ്നേഹിച്ചു, വേണ്ട എന്ന് വെച്ചത് അവൾ തന്നെയാണ്. പക്ഷെ പോയപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ ചിലർ പോകുമ്പോഴും അവസാനത്തെ ഒരാട്ടം ആടിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ചിലരുണ്ട്. അവസാനം വരെ ഒന്ന് ശ്രമിച്ചു നോക്കും. ആ ശ്രമത്തെയൊക്കെ അതിജീവിക്കുവാൻ കർത്താവ് അവൾക്ക് ശക്തി നൽകി. അവളിപ്പം PG ചെയ്യുന്നു, മീൻസ് MBBS കഴിഞ്ഞു, MBBSൻ്റെ PG ചെയ്യുക. കർത്താവ് ദിവസങ്ങളിൽ ചിലതിനെ ബ്രേക്കാക്കി നിൻ്റെ തലമുറകളുടെ ഫ്യൂച്ചറിനെ അനുഗ്രഹിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആമേൻ. നോക്കൂ, അവിടെ പോയ സങ്കടത്തിൽ തലകുനിച്ചിരിക്കുക അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറയാം, അബ്രഹാമേ, അവൻ പോയതുകൊണ്ട് നീ തലകുനിക്കുകയൊന്നും വേണ്ട, നിനക്ക് ഞാനുണ്ടടാ, നീ തല നിവർത്തി നോക്ക്, നിനക്ക് തലകുനിയുവാൻ ഇടവരാത്ത വിധത്തിലുള്ളത് ഞാൻ തരും. ചിലതൊക്കെ പോയത്, ചിലതൊക്കെ നഷ്ടപ്പെട്ടത്, ചിലയിടത്തു നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വന്നത് ഇനി തലകുനിയുവാൻ ഇടവരാത്ത വിധത്തിൽ ദൈവത്താൽ ചിലത് പ്രാപിക്കുവാനാണെന്ന് ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ആലോചന പറയുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ആമേൻ. അതൊരു വേർപാടാണ്. ചിലത് നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത്, അവിടെ തലകുനിക്കുവാൻ അവരൊറ്റപ്പെടുത്തിയതുകൊണ്ട്, അവർ നിനക്ക് വിരോധമായി തീർന്നതുകൊണ്ട്, അവർ നിന്നെ കണ്ടില്ല എന്ന് മനഃപൂർവ്വമായി നടിക്കുന്നതുകൊണ്ട് നീ തലകുനിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. തല നിവർത്തി നോക്ക്, നിനക്ക് വേണ്ടതിൻ്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, 4 വിധങ്ങളിലുള്ള വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ കർത്താവ് തുറന്നു തരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ഷബറിതലമ കടം കയറിയപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തി. കർത്താവ് പറയാം, ഞാൻ കടം തീർത്ത് തരാം. ആമേൻ. കർത്താവ് ആ ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുക, വഴി തുറക്കുക. രോഗം വന്നപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തി, അല്ലേ സഹോദരി? ഇപ്പം ഭർത്താവിനും വേണ്ട, മക്കൾക്കും വേണ്ട, നേരെ സംസാരിക്കത്തുമില്ല. കർത്താവ് പറയും, ആ രോഗത്തെ ഞാൻ സൗഖ്യമാക്കും. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യമാക്കിയ. മക്കൾ പലതും ചോദിച്ചു, ആ സമയത്ത് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർക്കും വേണ്ട, ആർക്കും വേണ്ട, തലകുനിച്ചത് എങ്ങനെ ഇരിക്കുക. കേൾക്ക്, ആ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് മാറ്റം വരുത്തുവാൻ പോകുക. നിൻ്റെ കരങ്ങളിൽ ആ സമൃദ്ധി എൻ്റെ ദൈവം നൽകുവാൻ പോകുക. ശുശ്രൂഷക കേൾക്ക്, ഇനിയും നീ ആ ദേശത്തിലൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ തലകുനിച്ചായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ബിസിനസ് തുടങ്ങിയ ദേശത്തിൽ തലകുനിച്ചായിരിക്കുവാൻ, ആ തൊഴിലിടത്തിൽ വരുമാനം അന്വേഷിക്കുക, ഇനിയും കടം വാങ്ങുന്നവരായി തലകുനിച്ചായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. റെഡിയാണോ?
തലകുനിച്ചിരിക്കുവാൻ എളുപ്പമാണ്, തല നിവർത്തി നോക്കുവാൻ വലിയ പാടാണ്, പ്രത്യേകിച്ച് ദൈവാലോചന കേട്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ അതിനായി പ്രിപ്പയർ ആകും പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. അതിനൊപ്പം തന്നെ നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസർ ഫാമിലിക്കൊപ്പം ക്രമീകരിച്ച് നിങ്ങളുടെ തല നിവർത്തി അതെ നീ പോണെങ്കിൽ എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നിൽക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന നമുക്ക് ക്രമീകരിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവാസം ക്രമീകരിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തു. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:00-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് നമ്മുടെ വചന ശുശ്രൂഷയുണ്ട്. ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന ടൈറ്റിലിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നു. ജോയിൻ ചെയ്തോ. പ്രാർത്ഥനയോടെ ഒരു ദിവസം വചന ശുശ്രൂഷയിലൂടെ ആരംഭിക്കാം. വൈകുന്നേരം 7:00-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ബ്ലെസ്സിങ് ആണ്. ജോയിൻ ചെയ്ത് നോക്ക്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്താൽ സഭ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം തൂങ്ങാമറന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം, കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്താൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പല സാഹചര്യങ്ങളാൽ ഒറ്റപ്പെട്ടു പോയവർ, തലകുനിയപ്പെടേണ്ടി വന്നവർ, യേശുവെ ഇവരുടെ തലനിവർത്തുമാറാക്കുന്ന അങ്ങയുടെ അത്ഭുത പ്രവൃത്തി ചലിക്കട്ടെ. തൊഴിലിടത്തിൽ ആ തലനിവർത്തുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വരുമാന മേഖലയിൽ വർധനമുണ്ടാകട്ടെ. വിശാലത വെളിപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകണമേ. സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ ഒപ്പം നിൽക്കുമെന്ന് കരുതിയവർ, കൂടെ കാണുമെന്ന് കരുതിയവർ, മാറിപ്പോയത് മുഖാന്തരം നിരാശയിലായിരിക്കുന്നവർ, സ്വർഗം അങ്ങ് പ്രവർത്തിക്കണം. യേശുവേ ഇത് അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ പ്രിയ മകൾ, പ്രിയ സ്തോത്രം സഹോദരൻ, പ്രിയ സഹോദരി, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. ഇത് അത്ഭുതങ്ങളുടെ ദിവസമായി തീരട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ കുറിച്ചോർത്ത് കരയുന്ന മാതാപിതാക്കൾ, സ്വഭാവ ദൂഷ്യങ്ങളുള്ള മക്കളെക്കുറിച്ചോർത്ത് കരയുന്ന മാതാപിതാക്കൾ, അവർ നല്ല സ്വഭാവത്തിന് ഉടമകളായി മാറട്ടെ. കർത്താവിനുള്ളവരായി മാറട്ടെ. ശൗലുമാർ മാനസാന്തരപ്പെട്ട് പൗലോസായി മാറട്ടെ. കർത്താവെ അങ്ങ് തുടരണമേ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി ആയിരിക്കുന്നവർ നല്ല റിസൾട്ടുകളെ നൽകി മാനിക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഇവർ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ. നിയമങ്ങൾ മാറ്റി എഴുതപ്പെടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ഭവനങ്ങൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വന്തമായി പലതും ഉള്ളവരായി ഇവർ മാറട്ടെ. ഇന്നത്തെ എല്ലാ ശൂന്യതകളും മാറിപ്പോകട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങ് ഇവരുടെ തല നിവർത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരയ്ക്കും പ്രിയ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.